തമിഴ്നാട്ടിൽ എം.കെ. സ്റ്റാലിൻ അധികാരത്തിൽ തുടരുമെന്ന് കൂടുതൽ എക്സിറ്റ് പോളുകളും. നടൻ വിജയുടെ പാർട്ടി അധികാരത്തിന്റെ സ്കോറിൽ അടുത്തുപോലും എത്തുന്നില്ല. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിന് അധികാര തുടർച്ചയുണ്ടാവുമെന്നാണ് പുറത്തുവന്ന 9-ൽ 7 എക്സിറ്റ് പോളുകളും പറയുന്നത്. പീപ്പിൾസ് പൾസ്, പി-മാർക്ക് എന്നീ സർവേകൾ പ്രകാരം 125 മുതൽ 145 വരെ സീറ്റുകൾ നേടി DMK സഖ്യം വിജയിക്കും. NDAക്ക് 65 മുതൽ 80 സീറ്റുകളാണ് പീപ്പിൾസ് പൾസും പി-മാർക്കും പ്രവചിക്കുന്നത്. അതേസമയം വിജയുടെ TVKക്ക് 18 മുതൽ 24 സീറ്റുകൾ നേടുമെന്നാണ് പീപ്പിൾസ് പൾസിന്റെ പ്രവചനം. പി-മാർക്കിന്റെ സർവേ പ്രകാരം 26 വരെ സീറ്റുകൾ വിജയുടെ TVK വിജയിക്കും. അതേസമയം ടൈംസ് നൗ CNN ഫലങ്ങൾ പറയുന്നത് NDA അധികാരത്തിലെത്തുമെന്നാണ്. മാഡ്രിസിന്റെ എക്സിറ്റ് പോൾ പ്രകാരം 122 മുതൽ 132 സീറ്റുകൾ വരെ DMK സഖ്യത്തിന് ലഭിക്കും. NDAക്ക് 87 മുതൽ 100 സീറ്റുകളാണ് മാഡ്രിസ് പ്രവചിക്കുന്നത്. 10 മുതൽ 12 സീറ്റുകളാണ് TVKക്ക് പ്രവചിക്കുന്നത്. വിജയ് മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ ഒരു സീറ്റിൽ വിജയിക്കും എന്നാണ് പ്രവചനം. പെരമ്പൂരിൽ വിജയ് ജയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ. അതേസമയം ടൈംസ് നൗ സർവേ പ്രകാരം 128 മുതൽ 147 സീറ്റുകൾ നേടി NDA സഖ്യം അധികാരത്തിൽ വരും. CNN സർവേ പ്രകാരം 114 മുതൽ 124 സീറ്റുകൾ നേടി NDA അധികാരത്തിൽ വരും. ഏപ്രിൽ 23-ന് 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടന്നത്. കേവല ഭൂരിപക്ഷം കടക്കാൻ 118 സീറ്റുകൾ ജയിക്കണം. അതേസമയം DMKയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവചനങ്ങളുടെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള വിജയം ഇപ്പോഴും ഒരു സുപ്രധാന രാഷ്ട്രീയ നാഴികക്കല്ലായി മാറും. പരമ്പരാഗതമായ 2 ദ്രാവിഡ പ്രധാന ശക്തികൾക്കിടയിൽ അധികാരം മാറി മാറി വരുന്ന ഒരു സംസ്ഥാനത്ത് തുടർച്ചയായ തവണകൾ AIADMKയുടെ സംബന്ധിച്ചിടത്തോളം മുൻകാല തിരിച്ചടികളിൽ നിന്നും ഭാഗ്യമായി കരകയറുന്നതിനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഘടനാപരവും നേതൃത്വപരവുമായ വെല്ലുവിളികൾ തുടരുന്നതിനെയും ഇത് പ്രവചിക്കുന്നു. എന്നിരുന്നാലും ശ്രദ്ധാകേന്ദ്രം TVKയിലാണ്. പാർട്ടിയുടെ സീറ്റ് പ്രവചനങ്ങൾ വ്യത്യസ്ത പോൾക്കാരിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും താഴ്ന്ന കണക്കുകൾ പോലും പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ഫലങ്ങളെ സ്വാധീനിക്കുമെന്നും സൂചിപ്പിക്കുന്നു. അതേസമയം ഉയർന്ന പ്രവചനങ്ങൾ കൂടുതൽ കാര്യമായ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് സൂചന നൽകുന്നു. തമിഴ്നാട്ടിൽ എക്സിറ്റ് പോളുകളുടെ കൃത്യമായ ചരിത്രപരമായ വ്യത്യസ്തമാണ്. അന്തിമ ഫലങ്ങൾ പലപ്പോഴും പ്രവചനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ പാർട്ടികൾ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടു. മെയ് 4-ന് വോട്ടെണ്ണൽ നടക്കും. DMKക്ക് അധികാരം നിലനിർത്താൻ കഴിഞ്ഞോ അതോ സംസ്ഥാനത്തിന്റെ വളർന്നു വരുന്ന രാഷ്ട്രീയ ഭൂപ്രകൃതി കൂടുതൽ സങ്കീർണമായ ഒരു വിധി പുറപ്പെടുവിക്കും എന്ന് അപ്പോൾ വ്യക്തമാകും. അതേസമയം കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടന്നു. ബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. 2026-ലെ പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് 89.87% പോളിംഗ് രേഖപ്പെടുത്തി. 1964-ൽ പുതുച്ചേരി ഇന്ത്യയുമായി ലയിച്ചതിനു ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. കേന്ദ്രഭരണ പ്രദേശമായ ഇവിടെ 30 അംഗ നിയമസഭയുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ ഏതെങ്കിലും പാർട്ടിക്കോ സഖ്യത്തിനോ 16 സീറ്റുകൾ ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.